ഏപ്രിൽ 20 മോന്തേപുൾച്ചിയാനോയിലെ വിശുദ്ധ ആഗ്നസ്. ജനനം 1268 ജനുവരി 28 ഇറ്റലിയിൽ. മരണം 1317 ഏപ്രിൽ 20 ഇറ്റലിയിൽ. ശിശുപ്രായം മുതൽ ദൈവകാര്യങ്ങളിൽ തീഷ്ണത പ്രദർശിപ്പിച്ച ഒരു ഡൊമിനിക്കൻ സന്യാസിനിയാണ് ടസ്കനിയിൽ 1274 ജനിച്ച ആഗ്നസ്. ബാല്യത്തിൽ തന്നെ കർത്തൃജപവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരു മുറിയുടെ മൂലയിൽ മുട്ടിന്മേൽ നിന്നാണ് അവൾ ചൊല്ലിക്കൊണ്ടിരുന്നതത്രേ. 9-ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാർ ആഗ്നസിനെ മോന്തേപുൾച്ചിയാനോയിലെ ഒരു ഫ്രാൻസിസ്കൻ മഠത്തിൽ താമസിപ്പിച്ചു. അവൾ അവിടെ സുഹൃതങ്ങളുടെ ഒരു മാതൃകയായിരുന്നു. പോപ്പ് നിക്കോളാസ് 4-ാമൻ്റെ നിർദ്ദേശപ്രകാരം ആഗ്നസ് പുതുതായി ആരംഭിച്ച പ്രൊസനോയിലെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. 15-ാമത്തെ വയസ്സിൽ അവൾ അവിടെ മഠാധിപയായി. അക്കാലത്ത് അവൾ നിലത്താണ് കിടന്നിരുന്നത്, തലയണ ഒരു പാറക്കല്ലും. 15 വർഷം അപ്പവും വെള്ളവും കഴിച്ച് ജീവിച്ചു. അധികാരികൾ അവളുടെ ആരോഗ്യം പരിഗണിച്ച് ഈ പ്രായശ്ചിത്തങ്ങൾ ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. അവളുടെ നാട്ടുകാർ സ്വഗ്രാമത്തിൽ ഒരാശ്രമം പണിതുകൊണ്ട് അവളെ ആ മഠത്തിലേക്ക് ക്ഷണിച്ചു. രോഗിണിയായി തീർന്നിരുന്ന ആഗ്നസിൻ്റെ എളിമയും ദൈവസ്നേഹവും അവളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചു. അത്ഭുതങ്ങളും പ്രവചനങ്ങളും അവളുടെ വിശുദ്ധി പ്രഖ്യാതമാക്കി. 1317 ഏപ്രിൽ 20 43-ാമത്തെ വയസ്സിൽ ആഗ്നസ് സർലോകപ്രാപ്തയായി. 1726 13-ാം ബെനഡിക്ട് മാർപ്പാപ്പ അവളെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. വചനം നാഹൂം 1-ാം അധ്യായം 15-ാം വാക്യം. സദ്വാർത്ത കൊണ്ടുവരുന്നവൻ്റെ, സമാധാനം പ്രഘോഷിക്കുന്നവൻ്റെ പാദങ്ങൾ അതാ മലമുകളിൽ. യൂദാ, നീ നിൻ്റെ ഉത്സവങ്ങൾ ആചരിക്കുകയും നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുക. എന്തെന്നാൽ ഇനി ഒരിക്കലും ദുഷ്ടൻ നിനക്കെതിരെ വരികയില്ല, അവൻ നിശേഷം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിചിന്തനം: നന്മ ആഗ്രഹിക്കുവാനും നിവൃത്തിയാക്കാനും വേണ്ട വരം ദൈവമാണ് നൽകുന്നതെന്ന പൗലോസ്ലീഹായുടെ വചനം മോന്തേപുൾച്ചിയാനോയിലെ വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതത്തിൽ പ്രകടമായി കാണുവാൻ സാധിക്കുന്നു. ഈ ദൃശ്യാനുഭവങ്ങളോട് നാം എത്രമാത്രം സഹകരിക്കുന്നുണ്ട് എന്ന് വിചിന്തനം ചെയ്യാം.